ഹാപ്പി ക്രിസ്മസ്. മോളൊന്ന് കാണാൻ വേണ്ടി വന്ന. ശരി ശരി. എവിടെ അച്ഛൻ രാവിലെ പോകണം? രാവിലെ കല്യാണം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുണ്ട്. ക്രിസ്മസ് ദിവസം ആണെങ്കിലും തിരക്കിന് കുറവില്ല. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ ബേബി ആയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം കാണാൻ വേണ്ടിയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അത്ര ഹാപ്പി അല്ലല്ലേ? ഹാപ്പി ക്രിസ്മസ്. കേരള വിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം, ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് സ്കൂളിലെ ജോലി തിരക്കിനിടയിൽ സ്റ്റെപ്പ് കയറിയപ്പോഴാണ് കാലിനൊരു ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ സർജറി കഴിഞ്ഞ് നീതു മാമൻ കൊണ്ടൂരിപ്പോൾ വീട്ടിൽ വിശ്രമ വേളയിലാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ക്രിസ്മസ് ആഘോഷം സമ്പുഷ്ടമാക്കാം, അങ്ങനെ അല്ലെങ്കിൽ സന്തോഷകരമാക്കാവുന്ന ഒരു വേളയിലാണ്. എങ്ങനെയായിരുന്നു ആദ്യം തന്നെ ഈ അപകടം ഉണ്ടായത്? പ്രേക്ഷകർ എങ്ങനെയാണ് പ്രത്യേകിച്ച്? അപകടം ഉണ്ടായത് സ്കൂളിൽ വെച്ചിട്ടാണ്. ഞാൻ രാവിലെ ചെന്നപ്പം സ്റ്റെപ്പ് ചവിട്ടി അങ്ങോട്ട് ഒരു സൈഡിലേക്ക് മടങ്ങിപ്പോയി കാല്. അങ്ങനെ മടങ്ങിപ്പോയതിനെ തുടർന്ന് നമ്മുടെ കാലിന്റെ ചിരട്ടയുടെ തൊട്ട് മേളിലായിട്ട് ചെറിയൊരു പൊട്ടലുണ്ട്. സർജറി എല്ലാം കഴിഞ്ഞു. ഇന്നലെയാണ് വീട്ടിലെത്തിയത്. ഇങ്ങനെ ഇരിക്കുന്നു. ഈ പങ്കുവെക്കലിന്റെ ആണ് ക്രിസ്മസ്. അപ്പൊ എന്താണ് ഒരു സന്ദേശം? ഞാൻ എഴുതിയ ഒരു കവിതയുണ്ട് ക്രിസ്മസിന് അനുബന്ധിച്ച്. അതിന്റെ മൊത്തം ഞാൻ ചൊല്ലുന്നില്ല. പ്രതീക്ഷ എന്നാണ് ഞാൻ തലക്കെട്ട് കൊടുത്തേക്കുന്നത്. ശരി. അപ്പൊ കവിതയൊക്കെ എഴുത്തുണ്ട്. വളരെ കുറച്ച് എഴുത്തുകളൊക്കെ ഉണ്ട്. പലതും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാർത്തോമാ സഭാ കൗൺസിൽ അംഗമാണ്. മാർത്തോമയുടെ ഔദ്യോഗിക നാവായ സഭാതാരകയിലൊക്കെ ഒരുപാട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ ഒരു 4 വരി ഞാൻ പറയാം. പ്രതീക്ഷ. പ്രിയ തോഴ, എന്താണ് ഈ മഞ്ഞും കാറ്റും മന്ത്രിക്കുന്നത്? സഖി, പ്രതീക്ഷ അണഞ്ഞു പോയ ഈ കെട്ട കാലത്തിന് ഉണർവ് നൽകിയാണ് അവർ. ഇനി അതിന്റെ ലാസ്റ്റ് ഒരു കുറച്ച് വരിയും കൂടെ പറഞ്ഞു നിർത്തുകയാണ്. അതാണ് സന്ദേശം. കാറ്റുകൾ ശാന്തമാകുന്ന, കാറുകൾ മായുന്ന, കോളുകൾ അടങ്ങുന്ന പുതിയ നക്ഷത്രം നമ്മുടെ ജീവിതത്തിലേക്ക് ഉദിക്കുമെന്ന പ്രതീക്ഷയാണ് സഖി ഇവർ മന്ത്രിക്കുന്നത്. അത് കാറ്റുകളും കോളുകളും എല്ലാം മാറി പുതിയൊരു പ്രതീക്ഷ നൽകുക എന്നതാണ് ക്രിസ്മസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഏതൊരു മനുഷ്യനും പുതിയൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് തലക്കെട്ട് തന്നെ ഞാൻ പ്രതീക്ഷ എന്ന് നൽകിയത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലേക്ക് കടക്കുന്ന സന്ദേശമാണ് നീതു മാമൻ കൊണ്ടൂര് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പൊ അദ്ദേഹത്തോടൊപ്പം പിതാവ് ചേരുന്നുണ്ട്. ഒട്ടേറെ തിരക്കുകളുള്ള KPCC അംഗം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ ഒത്തിരി യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആകസ്മികമായി ഈ അപകടം ഉണ്ടായത് മനസ്സിന് ചെറുതായിട്ട് വേദനിപ്പിച്ചില്ലേ? വേദനിപ്പിച്ചുവെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാം ദൈവം അറിയാതെ, ശ്വാസം തന്നവൻ അറിയാതെ ഒന്നും നടക്കില്ല. എല്ലാം അറിയുന്ന ദൈവം എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നു എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. അതാണ് എനിക്ക് ഈ വേളയിൽ പറയാനായിട്ടുള്ളത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ഇനി 2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് അദ്ദേഹം, താങ്കൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് നഗരസഭയിലെയും ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷന്മാരെയും വൈസ് ചെയർമാൻമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. അതെല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളെല്ലാം? അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയാവണ്ണം, വലിയ എതിർപ്പുകളോ അല്ലെങ്കിൽ വലിയ തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു പരിധിവരെ തീർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് DCCയിൽ നിന്നും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു ടൈം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തും. അതെ, ഞാനും അങ്ങനെ അറിഞ്ഞു. വളരെ സന്തോഷം. എന്നെ DCC അറിയിച്ചു. വനിതകളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് എനിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഒരു കൺസിഡറേഷനിലേക്ക് അത് എത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാർട്ടിയാണ് എന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ചതും ഇതും നൽകിയത് പാർട്ടി തന്നെയാണ്. 100% നീതി പുലർത്തുമെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ പാർട്ടിക്ക് നൽകുകയാണ്. ദീർഘകാലം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ജോർജ് മാമൻ കൊണ്ടുവരുന്നുള്ള നാമം സാധാരണക്കിടയിലൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ ചെല്ലുമ്പോൾ നീതുവിനൊക്കെ ബോധ്യമായല്ലോ. എന്തൊക്കെയാണ് ഇനി ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു സമയമായിട്ടാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. വീഴ്ച പറ്റി റെസ്റ്റാണ് എങ്കിലും ഇപ്പോൾ എൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്നും എത്രയൊക്കെ മേഖലകളിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെസ്റ്റ് വളരെ വലിയൊരു കാര്യങ്ങളായി വരുവാനായിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ദൈവം ഇടയാക്കുന്നു. അത് എന്തായാലും ഉണ്ടാവും. UDF നഷ്ടപ്പെട്ടു പോയ ഒരു ജില്ലയാണ് പത്തനംതിട്ട. 5 നിയമസഭാ മണ്ഡലങ്ങളിൽ സംസ്ഥാനത്തെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് പത്തനംതിട്ട ജില്ലയ്ക്കുള്ളത്. അപ്പം 3-4 മാസം കഴിഞ്ഞാൽ
ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 17 ഡിവിഷനിലും അതിൽ ഏകദേശം 14-13 സീറ്റുകളിൽ വിജയിച്ചാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് UDF അധികാരത്തിൽ എത്തുന്നത്. നീതുമാമന് വലിയൊരു ജോലിയുണ്ട്. അതെ, എനിക്ക് വലിയൊരു ജോലി തന്നെയാണ് ഉള്ളത്. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ഈ ഇലക്ഷൻ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ജനങ്ങളെല്ലാം എത്രത്തോളം UDFനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇനി ഈ പത്തനംതിട്ട UDFന്റെ കയ്യിൽ തന്നെയാണ്. അതിന് യാതൊരു തർക്കവും മാറ്റവും ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ നീതുവിനോടൊപ്പം യാത്ര ചെയ്തിരുന്നു. കോയിപ്പുറം ഡിവിഷനിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ എത്താനുണ്ട്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള ജനങ്ങളോട് വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. അതെ അതെ, ഇപ്പം ഇങ്ങനെ ഒരു വീഴ്ച പറ്റിയെങ്കിലും ഞാൻ ഒത്തിരി ആളുകളാണ് ഓടി വരുന്നത്. അവരുടെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ ഒത്തിരി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ ഒരു ഇലക്ഷന്റെ സമയത്ത് വീടുകളിൽ ചെന്നപ്പോൾ മനസ്സിലായത് ബേസിക് തിങ്സുകൾ ഒന്നും തന്നെ അവർക്ക് എത്തിയിട്ടില്ല. ഈ കുടിവെള്ളമാണെങ്കിലും റോഡുകളാണെങ്കിലും നമ്മൾ പറയപ്പെടുന്നുണ്ട്, അതൊക്കെ പക്ഷെ ഒന്നും എത്തിയിട്ടില്ല. വീടുകളാണെങ്കിലും ഒക്കെ അതിനൊക്കെ ഒരു മാറ്റം തീർച്ചയായും ഉണ്ടാവും. ചെയ്യാൻ പറ്റുന്നതിൽ അങ്ങേയറ്റം ഞാൻ ചെയ്യുമെന്നുള്ള ഉറപ്പ് അവർക്കുമുണ്ട്. ഞാൻ ചെയ്യുകയും ചെയ്യും. ഇഷ്ടപ്പെട്ട ഒരു ക്രിസ്മസ് ഗാനം കൂടി ആലപിക്കാം. ക്രിസ്മസ് ഗാനം ഇഷ്ടപ്പെട്ടത്, എന്നെ സംബന്ധിച്ച് എല്ലാ വർഷവും കരോൾ റൗണ്ട്സിന് ഇറങ്ങുന്ന ആളാണ് ഞാൻ. ഇരുവേറൂർ ഇമ്മാനുവൽ പള്ളി അംഗമാണ്. അവിടെ എല്ലാ തവണ ഞങ്ങൾ UNSAക്കും കരോൾ റൗണ്ട്സ് ഇറങ്ങുന്നുണ്ട്. ഈ തവണ ഇലക്ഷന്റെ തിരക്കുകളാണെങ്കിലും ഞങ്ങൾ December 1 തൊട്ട് ഇറങ്ങും. വൈകുന്നേരങ്ങളിലൊക്കെ അവരുടെ പോയിട്ടുണ്ട്. ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞ് അന്നും പോയി. അതൊരു സന്തോഷം. അല്ലെങ്കിൽ ഇപ്പൊ പോകാൻ പറ്റിയില്ല, അതൊരു നഷ്ടമാണ്. അപ്പോ അതിനകത്തൊരു പാട്ട് പാടാം. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. മതിയല്ലോ, വലിയ പാട്ടുകാരിയല്ല ഞാൻ. അപ്പൊ അങ്ങനെ പങ്കുവെക്കലിന്റെയും പിന്നെ കണ്ണീരൊപ്പുന്നവൻ്റെയൊക്കെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് വേളയിൽ പെട്ടെന്ന് അസുഖം പ്രാപിച്ച് ജനങ്ങൾക്ക് ഇടയിലേക്ക് നീതുമാമൻ കൊണ്ടൂർ പെട്ടെന്ന് പ്രവർത്തിക്കാൻ നമ്മൾ ആശംസിക്കുന്നു. ഒരു നല്ല ക്രിസ്മസ് ദിനത്തിൽ കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.